കഴിഞ്ഞ ദിവസം ഭാഗ്യം എന്നെ തുണച്ചു. എങ്ങനെയാണെന്നോ, ആലുവ വരെ ഒരു യാത്ര പോകേണ്ടതുണ്ടായിരുന്നു. ട്രെയിനിൽ പോകാമെന്ന് മനസ്സ് പറഞ്ഞു. അങ്ങനെ കാറെടുക്കാതെ ട്രെയിനിൽ പോയ തീരുമാനമാണ് ഭാഗ്യമായി മാറിയത്. ആലുവയിലെത്തി ഫോണിൽ മെസ്സേജുകൾ ശ്രദ്ധിച്ച സമയത്ത് EVയുടെ ഒരു അലേർട്ട് വന്നിട്ടുണ്ട്. 12 വോൾട്ട് ഓക്സിലറി ബാറ്ററി ചാർജ് ആവുന്നില്ല എന്ന പ്രശ്നമാണ് അലേർട്ടായിട്ട് വന്നത്. സോഫ്റ്റ്വെയറുകൾ പലപ്പോഴും തെറ്റായിട്ടുള്ള അലേർട്ടുകൾ നൽകാറുള്ളതിനാൽ കാര്യമത്ര ഗൗനിച്ചില്ല. പക്ഷേ വീട്ടിലെത്തി കാർ അൺലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് സംഗതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടത്. കാർ അൺലോക്ക് ആവുന്നില്ല. ചാർജർ പ്ലഗ് ചെയ്ത് നോക്കിയ സമയത്ത് വണ്ടി ചാർജ് ആകുന്നുമില്ല. 12 വോൾട്ട് ബാറ്ററി EVകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. കാറിനെ ചലിപ്പിക്കുന്നത് ഹൈ വോൾട്ടേജ് ബാറ്ററി ആണെങ്കിലും കൺട്രോൾ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് 12 വോൾട്ട് ബാറ്ററി മുഖാന്തരമാണ്. അതുകൊണ്ട് തന്നെ ആ ബാറ്ററി നിശ്ചലമായി കഴിഞ്ഞാൽ കാർ നമുക്ക് അനക്കുവാനായിട്ട് സാധിക്കുകയില്ല. മാനുവൽ കീ ഉപയോഗിച്ച് ബോണറ്റ് തുറന്ന് പരിശോധിച്ച സമയത്ത് കാറിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ അഴിഞ്ഞു കിടക്കുകയാണ്, ലൂസായിരിക്കുകയാണെന്ന് മനസ്സിലായി. എന്തായാലും സംഗതി ടാറ്റയുടെ പിഴവ് കൊണ്ടാണോ അതോ വണ്ടി ഓടിയ സമയത്ത് കമ്പനം കൊണ്ട് അഴിഞ്ഞു പോയതാണോ എന്നറിയില്ല. യാത്ര പുറപ്പെടും മുമ്പ് ഇനി 12 വോൾട്ട് ബാറ്ററിയുടെ ആരോഗ്യം, അതിൻ്റെ ടെർമിനുകൾ ടൈറ്റാണോ എന്നൊക്കെ ശ്രദ്ധിച്ച് യാത്ര പുറപ്പെടുമോ എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. എന്തായാലും വഴിയിൽ കിടക്കാതെ രക്ഷപ്പെട്ടു.